ഹായ് ഹലോ വണക്കം. വെൽക്കം ടു സെക്കൻഡ് ഷോ. സെക്കൻഡ് ഷോയിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സിനിമ ഒരു തമിഴ് സിനിമയാണ്, ലോക്കൽ സരക്ക്, അതായത് ലോക്കൽ മദ്യം. എനിക്ക് തോന്നുന്നു വമ്പൻ സിനിമകളുടെ കൂട്ടത്തിൽ ഇറങ്ങിയ ഒരു കുഞ്ഞു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ജനുവരി 26 ആയിരുന്നു ഈ സിനിമയുടെ റിലീസ്. ഈ സിനിമ തീർച്ചയായിട്ടും ഞാൻ ഒറ്റയ്ക്കിരുന്നാണ് ഈ സിനിമ തിയേറ്ററിൽ ഇരുന്ന് കണ്ടത്. കാരണം എനിക്ക് തോന്നുന്നു വയസ്സായ കുറച്ച് ആൾക്കാർ തിയേറ്ററിൽ ഉണ്ടായിരുന്നു. ഞാൻ കയറിയ സമയത്ത് ഒരു 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 10 പേരോളം തിയേറ്ററിൽ ഉണ്ടായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു. സിനിമ തുടങ്ങി ഒരു 10 മിനിറ്റിന് ശേഷം ഈ 9 പേരും ചീത്ത വിളിച്ച് ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. അതിന്റെ കാരണം ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. മറ്റൊന്നുമല്ല, ഈ ലോക്കൽ സരക്ക് എന്ന് പോസ്റ്റർ പുറത്തു വച്ചിരുന്നത് ഇன்று മുതൽ ലോക്കൽ സരക്ക് അങ്ങനെ ഒരു പോസ്റ്ററാണ് തിയേറ്ററിന്റെ പുറത്തു വച്ചിരുന്നത്. അപ്പോൾ ഈ കണ്ടവർ തീർച്ചയായിട്ടും വിചാരിച്ചു ലോക്കൽ സരക്ക് ഇന്ന് മുതലൂടെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കയറിയ ആൾക്കാരായിരുന്നു അവര്. അത് കിട്ടില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ അവർ തിയേറ്റർ വിട്ട് പോവുകയും ചെയ്തു. പിന്നെ ഞാൻ ഒറ്റയ്ക്കിരുന്നാണ് ഈ സിനിമ കണ്ടത്. അതൊരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരുന്നു. വളരെ രസകരമായിരുന്നു. തിയേറ്റർ നമ്മൾ വാടകയ്ക്കെടുത്ത് ഒറ്റയ്ക്കിരുന്ന് സിനിമ കാണുന്ന ഒരു ഫീൽ, അത് വളരെ നല്ലതായിരുന്നു. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, സിനിമയ്ക്കുള്ളിലേക്ക് പോവാം. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് SP രാജ്കുമാർ എന്ന ഡയറക്ടറാണ്. SP രാജ്കുമാറിന്റെ റീസെന്റ് ഇറങ്ങിയ സിനിമകളെ പറ്റി എനിക്ക് അധികം അറിവില്ല. പക്ഷെ ഞാൻ നോട്ട് ചെയ്ത ഒരു സിനിമ ഉണ്ടായിരുന്നു. അതായത് 2010 ആണെന്ന് തോന്നുന്നു. 2010 ഈ വിജയുടെ സിനിമകൾ ഇങ്ങനെ കുത്തൊഴുക്ക് പോലെ വന്നിരുന്ന ഒരു സമയം. അതായത് പോക്കിരിക്ക് ശേഷം കുറെ അധികം ആ ഒരു ജോണറിൽ വന്ന ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ വന്ന ഒരു സിനിമയായിരുന്നു സുറ. തിയേറ്ററിൽ ആ പടം ഒരു അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. ഞാനിപ്പോൾ അത് പറയാൻ കാരണം, ആ സുറയുടെ സംവിധായകൻ തന്നെയാണ് ലോക്കൽ സരക്ക് ഈ സിനിമയുടെയും സംവിധായകൻ SP രാജ്കുമാർ. അദ്ദേഹം തന്നെയാണ് ഇതിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും എല്ലാം നിർവഹിച്ചിരിക്കുന്നത്. പേഴ്സണലി ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ, നമുക്ക് വൺ ടൈം വാച്ചബിൾ എന്ന് പറയുമ്പോൾ ഒറ്റത്തവണ നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു മികച്ച ചെറിയ ബഡ്ജറ്റ് ചിത്രം. കഥയുടെ ഒരു ചെറിയ പ്ലോട്ടിലേക്ക് പോവുകയാണെങ്കിൽ, മദ്യപാനിയായ നായകൻ, അതായത് ആൽക്കഹോളിക്കായ ഒരു നായകൻ മദ്യപിക്കാൻ വേണ്ടി ഉണരുന്നു, മദ്യപിച്ച് ഉറങ്ങുന്നു എന്ന് പറഞ്ഞതുപോലെ 24 hours മദ്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന നായകൻ. അദ്ദേഹത്തിന് ഒരു പെങ്ങളാണുള്ളത്. അപ്പനെ അമ്മയും പറ്റിയൊന്നും സിനിമയിൽ കാണിക്കുന്നില്ല, പെങ്ങൾ മാത്രമേ ഉള്ളൂ. ഇയാൾ മദ്യപിച്ച് അതിന്റെ ഒരു കൊടിയ ഒരു അവസ്ഥയിൽ പെങ്ങളും മറ്റൊരാളുടെ കൂടെ ഇറങ്ങി പോവുകയും ഇയാളെ തികച്ചും ഒറ്റപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ കഥാനായകന്റെ കൂട്ടുകാരനായി യോഗി ബാബു ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. യോഗി ബാബുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, ബോഡി ഷേമിങ് ആക്ടറാണ്. സ്വന്തമായി ബോഡി ഷെയിം ചെയ്ത് കോമഡി ഉണ്ടാക്കുന്ന ഒരു കൊമേഡിയനാണ്. ഒട്ടും വ്യത്യസ്തമല്ലാതെ ഈ സിനിമയിലും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ. ഞാനത് എടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, തമിഴിൽ ഇപ്പോഴും തുടർന്ന് വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിക്ക് വേണ്ടി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പടത്തിന്റെ കഥയുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത കോമഡി സീനിന് വേണ്ടി ഒരു ചുറ്റുപാട് ഉണ്ടാക്കുകയും അവിടെ വെറുതെ ഈ കോമഡി ആർട്ടിസ്റ്റിനെയൊക്കെ കൊണ്ടിട്ട് വെറുതെ കോമഡി ചെയ്ത് കളയുന്ന കുറെ സംഭവങ്ങൾ തമിഴിൽ ഇന്നും മാറാതെ നിൽക്കുന്ന ഒന്നാണ്. എനിക്ക് തോന്നുന്നു ജയിലറിൽ പോലും അതുണ്ടായിരുന്നു. അത്രയും മികച്ച ഒരു സിനിമയായ ജയിലറിൽ ആ തമന്നയുടെ ഒരു എൻട്രിക്കൊക്കെ ശേഷം കാണിക്കുന്ന കുറേ രംഗങ്ങൾ എനിക്ക് വളരെയധികം ലാഗായിട്ട് ഫീൽ ചെയ്തു. കാരണം ഇതുപോലെ കുത്തി നിറച്ച കോമഡിക്ക് വേണ്ടി കുത്തി നിറച്ച കുറെ സംഭവങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു. അതേ സംഭവങ്ങൾ ഇതിലുണ്ടായിരുന്നു. യോഗി ബാബുവിന്റെ ഒരുപാട് നമുക്ക് കണ്ടിരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കുറെ കോമഡി രംഗങ്ങൾ ഉണ്ടായിരുന്നു. അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ മികച്ചത് തന്നെയായിരുന്നു. അങ്ങനെ മദ്യപിച്ചു പോകുന്ന കഥാനായകന്റെ ജീവിതത്തിൽ ഒരു ദിവസം ഒരു കല്യാണം വരികയാണ്. അതും വളരെ വ്യത്യസ്തമായ ഒരു കല്യാണമാണ്. ബോധമില്ലാതെ അദ്ദേഹം അബോധാവസ്ഥയിൽ ഒരു കല്യാണം കഴിക്കുകയാണ്. അതായത് ഒരു പ്രത്യേക സിറ്റുവേഷൻ ഈ സിനിമയിൽ വരുന്നതാണ്. സ്പോയിലറാണ്. ഇനിയും ഈ സിനിമ കണ്ടിട്ടില്ലാത്ത, കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊരു സ്പോയിലറായി മാറും. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ആ ഒരു ചുറ്റുപാടിൽ ഇദ്ദേഹത്തിന് ഒരു കല്യാണം കഴിക്കേണ്ടി വരുന്നു. ഈ മദ്യത്തിന്റെ കെട്ടിറങ്ങി അടുത്ത ദിവസം ഇദ്ദേഹം ആ സംഭവങ്ങളെ മറന്നു പോകുന്നു. അതായത് ഇങ്ങനെ ഒരു കല്യാണം നടന്നതായിട്ടോ ഒന്നും തന്നെ അയാളുടെ ജീവിതത്തിൽ പിന്നെ അയാൾ ഓർക്കുന്നില്ല. അത് കഴിഞ്ഞ് ആ പെൺകുട്ടി അവളുടെ പാട്ടിന് പോകുന്നു, ഇയാൾ അയാളുടെ പാട്ടിന് പോകുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ പെൺകുട്ടി വീണ്ടും അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാളെ നല്ല വ്യക്തമായിട്ട് അറിയാം, അന്ന് താലി കെട്ടിയ ആളാണ്. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി ആരാണെന്നോ എന്താണെന്നോ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നതായിട്ടോ അദ്ദേഹത്തിന് ഓർമ്മയില്ല. പിന്നെ ഇവർക്കിടയിൽ നടക്കുന്ന കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ടോട്ടൽ പ്ലോട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിലെ പ്രധാന വേഷം, അതായത് ഈ മദ്യപാനിയുടെ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് ദിനേശ് കുമാറാണ്. ദിനേശ് ഒരുപക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും, അദ്ദേഹം ഒരു കൊറിയോഗ്രാഫറാണ്. വളരെ മികച്ച ഒരുപാട് ഇന്ത്യൻ ഫിലിംസിൽ അദ്ദേഹം
കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ഡാൻസ് മാസ്റ്ററാണ് അദ്ദേഹം. മലയാള സിനിമകൾ, തെലുങ്ക് സിനിമ, ഹിന്ദി സിനിമ ഉൾപ്പെടെ ഒരുപാട് സിനിമകൾക്ക് എനിക്ക് തോന്നുന്നു ആടുകളത്തിനൊക്കെ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അഭിനയത്തെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊരു ബിലോ ആവറേജ് ഒരു ആക്ടിങ് ഫീലാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം അത്ര ഭയങ്കര ഒരു നടൻ എന്നൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല. ഒരു ആവറേജ് ലെവലായിരുന്നു. പിന്നെ യോഗി ബാബു ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ അധികം കുറച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റി. പിന്നെ ഇതിന്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് കെ പളനിയാണ്. വളരെ നന്നായിട്ട് എന്ന് പറയാൻ കഴിയില്ല. അത്ര ഭയങ്കര ഷോട്ട്സോ ഭയങ്കര ലൈറ്റിങ്സോ ഒന്നും തന്നെയും ഇല്ല. എന്നിരുന്നാലും ആ ഒരു കഥയുടെ ആ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച് അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് പടങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് സ്വാമിനാഥൻ രാജേഷ് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു പുള്ളി ഒരു ന്യൂ കമർ ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രമാണെന്ന് തോന്നുന്നു. അതുപോലെ സ്കോറും ചെയ്തിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ്. പാട്ടുകളുടെ കാര്യം പറഞ്ഞിരുന്നാലും ഇതുപോലെ തന്നെയാണ്. കഥയുടെ ഫ്ലോയ്ക്ക് അനുസരിച്ച് നമുക്ക് കേട്ടിരിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയായിരുന്നു. അപ്പൊ ആകെ മൊത്തത്തിൽ ഇത്രയാണ് എനിക്ക് ഈ ലോക്കൽ സെലക്കിനെ പറ്റി പറയാനുള്ളത്. അത്യാവശ്യം വൺ ടൈം വാച്ചബിളായിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും എന്നെ ഇത് എന്റർടൈൻ ചെയ്തു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ അധികം ബോറില്ലാതെ കണ്ടിരിക്കാനായിട്ട് പറ്റി. നിങ്ങൾക്കും കണ്ടിരിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അടുത്തൊരു സിനിമയുടെ ചൂടുള്ള വിശേഷങ്ങളുമായി സെക്കൻഡ് ഷോയിൽ അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.